പിടിച്ചു. ഞങ്ങളെ മുഖമൊക്കെ കഴുകി ബൈ. യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ കിടന്ന് ഉറക്കാൻ പറഞ്ഞിട്ട് ഏകദേശം 8 മണിക്കൂറായി. 8 മണിയായിട്ടും 8 മണി ആവുന്നു. ഇടയിൽ ഒരു 6 മണിയായപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഒരു ചായക്കട ഉണ്ടായിരുന്നു സൈഡിൽ. അത് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ വണ്ടി ഞാൻ കുറച്ച് മുമ്പിലേക്ക് കയറ്റിയിട്ടു. 6 മണിയായപ്പോഴത്തേക്കും വെളിച്ചൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങേർക്ക് ബുദ്ധിമുട്ടാവുണ്ടെന്ന് വിചാരിച്ചു. ഓ അപ്പോൾ നമുക്ക് വിട്ടാലും മോളെ. നമുക്ക് മുംബൈ പോകണം, കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പം എന്നാ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു ടിൻപിൻ സ്റ്റോറീസ്. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റും ഉണ്ട്. പെട്ടെന്നാണ് തണുപ്പ്. ഇന്നലെ രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. നമ്മൾ നാട്ടിൽ നിന്ന് വിട്ടേ പിന്നെ ചൂടില്ലാണ്ട് കിടന്നത് ഇന്നാണ്. മറ്റേതൊക്കെ ചെറിയൊരു ചൂടുണ്ടാവും. ആദ്യമായിട്ട് തോന്നുന്നു 8 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവുക. ഇടയിൽ ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഉറക്കമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു. നിറച്ച് പൊടിയാ. ആ സൈഡ് തിരിച്ചു വെച്ചാൽ മതി. കണ്ടോ എന്തൊരു പൊടിയാ നോക്ക്. ഡേ ഇൻ അവർ കാർ ലൈഫ്, അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വ്ളോഗ്. നമ്മുടെ ചില്ലിലത്തെ ഷീറ്റൊക്കെ മാറ്റി ഇനി നമുക്ക് പതുക്കെ എല്ലാം സെറ്റാക്കിയിട്ട് അവിടെ അവിടെയാണ് പെട്രോൾ പമ്പ് ഉള്ളത്. പമ്പിൽ പോയി ഫ്രഷ്നപ്പായിട്ട് യാത്ര തുടരാം. സ്ത്രീകളുടെ ബാത്റൂമിൽ വെള്ളമുണ്ട്, ആണുങ്ങളുടെ ബാത്റൂമിൽ വെള്ളമുണ്ട്. പക്ഷെ വെള്ളം വരുന്ന പൈപ്പ് പൊട്ടിക്കുക, അപ്പോൾ അതിൻ്റെ വെള്ളമില്ല. അപ്പോൾ അവൾ മുഖമൊക്കെ കഴുകി വന്നു. എനിക്ക് അവിടെ കഴുകാൻ പുറത്തൊരു പൈപ്പ് ഉണ്ട്. അവിടെ 4-5 പേര് മാസ്ക് ഒന്നും ഇടാണ്ട് ചുമച്ച് കുറച്ചിരുന്ന് പല്ല് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു പമ്പ് കാണുമ്പോൾ നിർത്താം. പല്ല് കഴിക്കാൻ അടുത്തൊരു പമ്പ് കാണുമ്പോൾ നമുക്ക് നിർത്താം. നല്ല പമ്പ് ഉണ്ടാവും. മിക്കത് എനിക്ക് തോന്നുന്നു HP ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുകളായിരിക്കും കുറച്ചും കൂടി അല്ലേ. റിലയൻസ് ഇന്ത്യൻ ഓയിലൊക്കെ കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും. പിന്നെ നമ്മൾ രാവിലെ ഒരു 9 മണി കഴിയുകയാണെങ്കിൽ കുറച്ചും കൂടി വൃത്തിയുണ്ടാവും. അതാണ് ഞങ്ങളിപ്പോൾ കണ്ടേക്കണം. അതിന് മുമ്പ് ആൾക്കാരൊക്കെ വന്നിട്ട് അവരൊരു 9 മണി കഴിയുമ്പോഴാണ് അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പോയിട്ട് ഒരു പമ്പ് നോക്കാം, പല്ലൊക്കെ തേക്കാം, ഭക്ഷണമൊക്കെ കഴിക്കാം, ചായ കിട്ടും, ചായ കുടിക്കാം. കുപ്പിയിലേക്ക് വെള്ളം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ക്യാനിന്ന് 2 കുപ്പിയിലേക്ക് വെള്ളം നിറയ്ക്കും. എന്നിട്ട് അത് തീർന്നാൽ മാത്രമാണ് വീണ്ടും നിറച്ച് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ എടുക്കുന്നത് ഈ 2 കുപ്പിന്നാ. ഇതാണ് 2ാമത്തെ കുപ്പി. മഹാരാഷ്ട്ര റൂട്ടിലത്തെ ആദ്യത്തെ ടണൽ കയറാൻ പോവാണ്. 400 മീറ്റർ ആണ് കേട്ടോ അതിന്റെ നീളം. അപ്പൊ നമ്മളെ ഫസ്റ്റ് ടണലിലേക്ക് കയറാണ്. മുംബൈ റൂട്ടിലുള്ള ആദ്യ ടണൽ. നല്ല റോഡാ അല്ലേ? നല്ല റോഡാ. ചെറിയൊരു കുഴി.
പക്ഷെ നല്ല ഇതിന്റെ തുറക്കത്തിന് സൈഡൊക്കെ കണ്ടോ ശരിക്കും പാറ എപ്പോഴും നിൽക്കുന്നുണ്ട്. നമ്മുടെ കുതിരാനിൽ കൂടെ പോകാൻ കൊതിയല്ലേ? കുതിരാൻ ഇത്രയും നീളം ഉണ്ടാവില്ല, എന്നിട്ടും കൂടി ഇത്ര നാളായി. തീരാറായി, അറ്റം കണ്ടു. ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കര രസാട്ടോ കാണാൻ. നല്ല മഴക്കാറുണ്ട്, മഴ ചെറുതായി ചാറി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ ഗ്ലാസ്സിൽ ചിലപ്പോ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്ന ഈ ഒരു ചെറിയ ചെറിയ തുള്ളികൾ. കുറച്ച് ലോറികളാണ്. ഏറ്റവും കൂടുതൽ വ്യത്യാസം തോന്നുന്നത് വെതറിനാണ്. പെട്ടെന്ന് ഭയങ്കര രാത്രി മിന്നും തമ്മിൽ ഭയങ്കര വ്യത്യാസം. നമ്മൾ ഈ ടണലിന് മുമ്പ് ഒരു ലെഫ്റ്റ് കണ്ടിരുന്നു. ആ ലെഫ്റ്റ് എടുത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ മഹാബലേശ്വർ എത്തുമായിരുന്നു. അതൊരു ഹിൽ സ്റ്റേഷനാണ്, ഭയങ്കര ഫേമസ് ആണ് മഹാരാഷ്ട്രയിലത്തെ. അപ്പൊ ഞങ്ങൾ അവിടെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് നോർത്ത് എത്തി അവിടെ ആ ഭാഗം കവർ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഇതൊക്കെ കവർ ചെയ്ത് പതുക്കെ പോയിരുന്നു. നമ്മൾ കർണാടക സ്ലോ ആയിട്ടാണ് പോയത്, അതേപോലെ തന്നെ പോയായിരുന്നു. ഇവിടെ കണ്ട കുന്നുകളൊക്കെ നിറച്ച് പുല്ലൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. ആക്ച്വലി മഹാരാഷ്ട്ര വരണമെങ്കിൽ ഉണ്ടല്ലോ മഴക്കാലത്ത് വരണം, നല്ല ഭംഗിയാണ് മഹാരാഷ്ട്ര. ഫുൾ പച്ചയായിട്ട് ഇതുപോലെ ഈ മലകൾ മൊത്തം ഇങ്ങനെ പച്ച കളറിലായിട്ട് ഇങ്ങനെ നിൽക്കും. ഇതിപ്പോ ആകെ ഉണങ്ങി, മഴയൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇന്ന് മഴയുണ്ട്, മഴ ഉണ്ടെന്ന് വിചാരിക്കണം. മഴക്കാറുണ്ട് ചെറുതായിട്ട്. നമ്മുടെ ഗ്ലാസ്സിലൊക്കെ ചാറ്റൽ മഴ അടിക്കുന്നുണ്ട്. ട്രിപ്പ് തുടങ്ങിയിട്ട് നമ്മുടെ ആദ്യത്തെ മഴ കിട്ടില്ല. ആദ്യത്തെ നമ്മുടെ ഒരു വെള്ളമില്ല, നമുക്ക് കുറച്ച് വെള്ളം എടുക്കണം. പല്ല് തേപ്പ് ഇവിടെ നടക്കണോ അതോ പുറത്ത് വേണോ എന്ന് ഇവിടുന്ന് തീരുമാനിക്കാം, ബാത്റൂമിന്റെ കണ്ടീഷൻ വെച്ചിട്ട്. സൈഡില് രണ്ടുപേരിരുന്ന് പച്ചക്കറി ഒക്കെ വെക്കുന്നുണ്ട്. രണ്ടുപേരില്ല, കൊറേ പേര് അവിടെ ഉണ്ട്. ഞാൻ കണ്ടില്ല. ഇവിടെ രണ്ടുപേരുണ്ട്. വെള്ളം കിട്ടിട്ടോ, വെള്ളം കൊണ്ട് അരി വരുന്നുണ്ട്. ഞങ്ങള് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചു, ഫ്രഷനപ്പ് ആയി. ഇനി പോയിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. മുട്ടയുണ്ടോ? മുട്ടയില്ല. നമുക്ക് മുട്ട മേടിക്കണം. വരുന്ന വഴിക്ക് മുട്ട കേടായിപ്പോയി. മുട്ട നമ്മൾ ഒരെണ്ണം പൊട്ടിച്ച് നോക്കിയപ്പോൾ ആകെ കളറൊക്കെ മാറിയാണ് ഇരിക്കുന്നത്. നമ്മളൊരു വിഡിത്തം ചെയ്ത് നമ്മൾ കുറേ മുട്ട ഒരുമിച്ച് മേടിച്ചു. ഇപ്പോൾ അതാണ് നമ്മൾ എവിടെയും വെക്കുന്നില്ലല്ലോ, ചൂട്ടത്തല്ലേ വണ്ടി കിടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ പോയിട്ട് നമുക്ക് മുട്ട മേടിക്കാം, ബണ്ണ മേടിച്ച് അത് കഴിക്കാം. അവിടെ ചെക്കിങ് ഉണ്ട് കേട്ടോ, ദൂരെ. പിടിച്ചു. मास्क के लिए रुकाया, मास्क इधर कंपलसरी, लोगों ने मास्क लगाए नहीं, दोनों ने मास्क इधर कंपलसरी। लाइसेंस पेपर लेके गाड़ी में ड्रिंक अल्कोहल, गाड़ी में ड्रिंक अल्कोहल कुछ है? ड्रिंक बोले तो अल्कोहल नहीं वो सामने वाला कप्पा खोलिए। बस दीदी बस ये खोलिए। पानी है सर, पानी भी उधर से ले रहे। मोबाइल नीचे रखो, मेरे पास भी मोबाइल है, मैं भी इधर ही रखिए, नीचे रखे, खोल के दिखाइए खाली। अरे मैं बोला इसको दूसरा कैसा कप्पा है क्या? ये ऐसा। अच्छा एक केस सर. അങ്ങനെ പോലീസ് പിടുത്തം കഴിഞ്ഞു. ആദ്യത്തെ മഴ, ആദ്യത്തെ പോലീസ് പിടുത്തം, ആദ്യത്തെ ടണൽ, എല്ലാം ആദ്യത്തെ. പിടിച്ചെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങള് ഒരു ഫാമിലിയിലത്തെ ആണല്ലോ. അപ്പൊ മഹാരാഷ്ട്രയിലത്തെ റൂളാണ് ഇത്ര. കാറിൽ പോവാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഒരു ഫാമിലി ആയിട്ട് പോവാണെങ്കിലും ഒക്കെ മാസ്ക് ഇടണം. ഇല്ലെങ്കിൽ ഒരാൾക്ക് 500 രൂപയാണ് ഫൈൻ. നമ്മളിപ്പോ കയറി വന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആള് ഓക്കെ ശരി വിട്ടതാണ്. പിന്നെ ബാഗ്, ഡിക്കി, നമ്മുടെ ബാഗുകൾ, അത് ഇതൊക്കെ, ഡാഷ്ബോർഡ്, ഈ മറ്റേ ഹാൻഡ് റെസ്റ്റിന്റെ അവിടെ എല്ലാം ചെക്ക് ചെയ്തു. പിന്നെ എന്റെ ഒരു വേസ്റ്റ് ബാഗ് ഉണ്ടായിരുന്നു, ഒരു പേഴ്സ് പോലെ. അത് തുറന്നു. അത് പറഞ്ഞപ്പോ എന്റെ ഒരു ഇതുണ്ടായിരുന്നു, സ്വിസ് നൈഫ് ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്തിനാന്ന് ചോദിച്ചു. പാക്കറ്റ് അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ കിട്ടിയ തുറക്കാനാണ്. കൂടാതെ ഞാൻ വീഡിയോ എടുക്കണ്ടായിരുന്നു. ഈ മനുഷ്യൻ എന്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടുത്തെ ബാക്കിന്ന് ഫ്രണ്ടിന്ന് വീഡിയോ എടുത്തപ്പോ എനിക്ക് തെറിയും കേട്ടു. എന്റെ 3 മൊബൈലുണ്ട്, ഞാനും ഷൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പൊ അവസാനം ഭയങ്കര ജോളി കമ്പനി ആയിട്ടൊക്കെയാണ്. പുറത്തൊക്കെ തട്ടിയിട്ടാണ്, മറ്റേ സിനിമയിലെ പോലെ അല്ല കേട്ടോ. എന്തിനാ കത്തിന്ന് വെച്ചാൽ എന്തെങ്കിലും ആവശ്യം വന്നതാണ്. അപ്പൊ ഓക്കെ എന്നാണ്ട് ഇങ്ങനെ തട്ടിയിട്ട് പൊക്കോളം പറഞ്ഞു. ബുക്കും പേപ്പറൊക്കെ എടുക്കാൻ പറഞ്ഞു, പക്ഷെ ലൈസൻസ് മാത്രം നോക്കിയില്ല, വേറെ ഒന്നും നോക്കിയില്ല. ഇതെന്തിനാ ഈ സാധനങ്ങളൊക്കെ കൊണ്ടു നടക്കണമെന്ന് ചോദിച്ചു. ഞാൻ കുക്ക് ചെയ്യാണ്, കൊറോണ ആയതുകൊണ്ട് പുറത്തൊന്നും കഴിക്കുന്നില്ല, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണെന്ന് പറഞ്ഞു. ഓക്കെ അങ്ങനെ പറഞ്ഞു വിട്ടു. ഇപ്പൊ ഈ മാസ്ക് ഊരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, മഹാരാഷ്ട്ര കിടക്കണവരാണ്. ഹൈവേന്ന് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞിട്ട് സർവീസ് റോഡിലേക്ക് കയറി മുട്ട കിട്ടുമോ നോക്കാണ്. പക്ഷെ ഇവിടെ കാണുന്നത് മിക്കതും ഈ വണ്ടികളുടെ കടകളോ അല്ലെങ്കിൽ പിന്നെ ഹോട്ടൽസോ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ചെറിയ കുട്ടി ചായക്കടകളായിരിക്കും. നമ്മള് ഹൈവേന്ന് നാർഹയിലേക്ക് തിരിഞ്ഞേക്കാണ്. അപ്പൊ മുട്ട വിൽക്കുന്ന ഒരു ചെറിയ കട കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഹരി ഇപ്പൊ ബണ്ണ് വാങ്ങാൻ പോയേക്കാം. ബണ്ണ് വാങ്ങിയിട്ട് നമുക്ക് അവിടെ പോയി വണ്ടി നിർത്തി മുട്ടയും കൂടി വാങ്ങാം. എന്നിട്ട് ഏതെങ്കിലും പറ്റുന്ന സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ചീസ് കിട്ടി, മുട്ട കിട്ടി, ബണ്ണ് കിട്ടി. ഇനി കുക്ക് ചെയ്യാൻ ഒരു സ്ഥലം മാത്രം കിട്ടിയാൽ മതി. അതെ, അതിനായിരിക്കും ഇനി പാട്. കാരണം പൂനെ ടൗണിലേക്ക് കയറാറായിട്ടുണ്ട് ഏകദേശം. ആദ്യത്തെ ടണല്, ആദ്യത്തെ മഴ, ആദ്യത്തെ പോലീസ് ചെക്കിംഗ്, ആദ്യത്തെ ഹെവി ട്രാഫിക്. കുറെ ദൂരത്തേക്ക് ഇങ്ങനെ വണ്ടി മൊത്തം വീണ്ടും കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു റോഡിലേക്ക് കടന്നിട്ടുണ്ട്. ട്രാഫിക് ബ്ലോക്കിന്റെ കാരണം എന്താണെന്നറിയോ? ഒരു പോലീസ് ചെക്കിംഗ് ഒരു പാലത്തിന്റെ മുകളില്. എന്തിനാന്ന് അറിയില്ല, നമ്മുടെ മുമ്പിൽ പോകുന്ന 2-3 വണ്ടികളൊക്കെ സൈഡിലാക്കി, അതായത് വെട്ടിച്ച് കയറിയവരെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്തിനാ ഈ പാലത്തിന്റെ മുകളിലൊക്കെ ചെക്കിങ്ങിന് നിൽക്കണമെന്ന് അറിയില്ല. ഞങ്ങള് സൈഡിലൊരു ഗ്രൗണ്ട് കിട്ടിയപ്പോ വണ്ടി ഇങ്ങോട്ട് കയറ്റി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ചു. മുട്ടയും ബണ്ണും. ബണ്ണ്, സോസ്, മുട്ട, ചീസ്. ഇനി വേറെ എന്ത് വേണം? ഇത് ആക്ച്വലി തട്ടിക്കൂട്ടാണെന്നുണ്ടെങ്കിലും നല്ല ഫില്ലിംഗ് ആണ്. ഞങ്ങൾ മെയിൻലി ഡെയിലി ഇങ്ങനെയൊക്കെ തന്നെ കഴിക്കാം. എൻ്റെ ഒരു കസിൻ ഉണ്ട് പൂനെയില്. അപ്പൊ ഞാൻ ഇപ്പൊ ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഏട്ടൻ പറഞ്ഞു വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ? യെസ്, പോലോ. അപ്പൊ നമുക്ക് പോയിട്ട് ഏട്ടനെയും ചേച്ചിനെയും കാണാം. വരുൺ എന്നാണ് ചേട്ടന്റെ പേര്, രശ്മി എന്നാണ് ചേച്ചിയുടെ പേര്. മാസ്ക് നീ പോലീസ് പിടിക്കാൻ അടുത്തത്. അഡ്രസ് അയച്ചെന്നാ? ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അപ്പൊ എന്നാ പോവാ. ഇവിടെ റോഡിന്റെ നടുവിൽ ഒരു ലൈൻ ഫുള്ളായിട്ട് ബസ്സിനുള്ളതാണ്. ഇവിടെ നടുവിലൊരു ഒരു ബസ്, നമ്മുടെ പുറത്തെ നാട്ടിലൊക്കെ കാണാം അങ്ങനത്തെ ബസ് ഹബ്ബുകള്. ബസ് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറി ചെല്ലാണ്. അപ്പൊ നമുക്ക് ബസ് നമ്മുടെ നാട്ടിൽ കയറുന്ന പോലെ താഴ്ത്തുനിന്ന് ചവിട്ടി കയറാൻ പറ്റില്ല, ഈ പ്ലാറ്റ്ഫോമിനെ പറ്റുള്ളൂ. കാരണം ബസ്സിന്റെ സ്റ്റെപ്പ് തുടങ്ങുന്ന ബസ്സിന്റെ ഏകദേശം നടുഭാഗത്തു നിന്നാണ്. അപ്പൊ ഈ ഒരു ഹബ്ബില് അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ പോയാൽ തന്നെ നമുക്ക് ബസ്സിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഈ നടുവിലത്തെ ലൈൻ മൊത്തമായിട്ട് ബസ്സിനുള്ളതാണ്. ബസ് മാത്രമേ അതിൽ പോകുള്ളൂ, വേറെ നമ്മുടെ വണ്ടിക്കൊന്നും അങ്ങോട്ട് കയറാൻ പറ്റില്ല. പക്ഷെ ദയവ് ചേട്ടൻ ബൈക്കിൽ പോകും. നമ്മളിപ്പോ ഏട്ടന്റെ വീട്ടിലെത്തി, കുളിച്ച് ഫ്രഷായി. പുറത്തുനിന്ന് നല്ല നല്ല സാമ്പാറിന്റെ മണക്ക് വരുന്നുണ്ട്. വേഗം പോയി കൂടിയിരിക്കാം. കുറെ നാള് വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട്. അവിടെ ചപ്പാത്തി വേണോ ചോറ് വേണോന്ന് ചോദിച്ചാൽ ചോറ് കഴിക്കാത്ത ലക്ഷ്മി പറഞ്ഞു ചോറ് വേണമെന്ന്. യാത്ര തുടങ്ങിയപ്പോൾ ചോറാണ് വീക്ക്നെസ്. ഇത് കേൾക്കുന്ന എന്റെ അമ്മയും ഹരിയുടെ അമ്മയും എന്നെ ഉറപ്പായിട്ടും കൊല്ലും. കാരണം ഞാൻ ചോറ് കഴിക്കാറേ ഇല്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ചോറിനോടും ഭയങ്കര ക്രീംസ്. കാരണം ഇപ്പൊ ചപ്പാത്തിയും റൊട്ടിയും മാത്രമാണല്ലോ കിട്ടുള്ളൂ. വേഗം പോയി ചോറുണ്ടാവും. ഇവരുടെ വീട്ടിൽ നിന്ന് നല്ല വ്യൂ ആട്ടോ പുറത്തേക്ക്. ഇതൊരു സൊസൈറ്റി പോലെയാണ്, കുറേ ഫ്ലാറ്റുകളുണ്ട്. ഇത് നമ്മുടെ ചക്കര താഴെ കിടക്കുന്നത്. ഇത് നമ്മള് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇതാണ് ഏട്ടൻ, ഇതാണ് ചേച്ചി.
ആർക്കും വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ നല്ല കിടു ലഞ്ചൊക്കെ കഴിച്ചു. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ ആക്ച്വലി കുറേ നേരമായി വന്നിട്ട്, പക്ഷേ ഇവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ ആക്ച്വലി കല്യാണം കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ കുറേ നേരം ഇരുന്ന് സംസാരിക്കണം. അപ്പോൾ ഇനി ഇറങ്ങാണ് അല്ലേ? അപ്പോൾ ശരി ഏട്ടാ ചേച്ചി, ബൈ. ശരി ചേച്ചി, ഓക്കെ. അപ്പൊ ശരി, ആ ബൈ. നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങാണ്. ആക്ച്വലി നമ്മൾ കുറേ നേരം സംസാരിച്ച് വർത്താനം പറഞ്ഞ് കുറേ നേരം ഇരുന്ന് പോയി. ഇപ്പൊ ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 5:30 കഴിഞ്ഞു. അതെ, അപ്പൊ ഇനി നേരെ മുംബൈ പിടിക്കാണ്. പെട്ടെന്ന് ഇറങ്ങാന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷെ സംസാരിച്ചിരുന്ന് ഒരുപാട് വൈകി അല്ലേ? ശരിക്കും നമ്മള് ഭക്ഷണം നമ്മള് ജസ്റ്റ് പോയി അവരെ കാണാം എന്നുള്ളൊരു ഇതിലാണ് പോയത്. പക്ഷെ അടിപൊളി ചോറ്, അടിപൊളി സാമ്പാർ, അടിപൊളി പനീർ കറി, ബീൻസ് തോരൻ ഒക്കെ കഴിച്ച് ഞങ്ങള് അടിച്ച് ഇങ്ങനെ ഭക്ഷണം അടിച്ച് ഇങ്ങനെ കിക്കായിട്ട് അവിടെ ഇരുന്നു കുറെ നേരം. പിന്നെ കൊറേ സംസാരിക്കുകയും ചെയ്തു. ഞങ്ങളിപ്പോൾ ബോംബെക്ക് പോകുന്ന വഴി വണ്ടി ഒന്ന് സൈഡാക്കിയതാണ്. കാരണം നമ്മുടെ ഒരു കുഞ്ഞി പ്രോഗ്രാം ഒരു FM നടക്കുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം റേഡിയോ സുനോ 91.7 ഖത്തറിലുള്ള ഒരു FM ആണ്. അവർ നമ്മളെ വിളിച്ചിട്ട് ചെറിയ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഇപ്പോൾ കേൾപ്പിക്കാത്തത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മുടെ സംസാരം വരും. ഞങ്ങളിത് ലാസ്റ്റ് ആയപ്പോഴാണ് പെട്ടെന്ന് അറിഞ്ഞത്. നമുക്കറിയില്ലായിരുന്നു എന്നാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അത് കേട്ടോണ്ടിരിക്കുകയാണ്. പാട്ട് ഇപ്പോൾ വയ്ക്കാൻ പറ്റില്ലല്ലോ, അതിപ്പോൾ കേൾപ്പിച്ചു തരാം കേട്ടോ പാട്ട് കഴിഞ്ഞിട്ട് സംസാരം വരുമ്പോൾ. ഓക്കെ, താങ്ക് യു. ആൻഡ് ഈ ടിൻ പിൻ സ്റ്റോറീസിനെ കാണാൻ വേണ്ടിട്ട് വേഗം യൂട്യൂബിൽ ചെന്ന് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നവർക്കും ഇവരുടെ ഈ ഒരു യാത്രയൊക്കെ കാണാൻ പറ്റും. 51.8K പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ്. എല്ലാ യാത്രാ വിശേഷങ്ങളും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച് ഹരി ആൻഡ് ലക്ഷ്മി ഫോർ ജോയിനിങ്. ഹാപ്പി ജേർണി. ബൈ. റേഡിയോയിൽ പരിപാടിയൊക്കെ കേട്ട് കഴിഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ നല്ല പെട്രോൾ പമ്പ് ഇവിടെ തന്നെ ഒന്ന് കടന്നാലും ഇപ്പൊ തന്നെ നല്ലോണം ഉറക്കം വരുന്നുണ്ട്. ശരിക്കും ക്ഷീണമായി, എന്ത് ചെയ്തിട്ടാന്ന് അറിയില്ല. പക്ഷെ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട്. അപ്പം ഇനിയും ഇത് നമ്മൾ ലോണാവല എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ബോംബെ വരെ പോണോ എന്നുള്ളൊരു ചിന്തയിലാണ്. എന്നാൽ ഇവിടെ തന്നെ കിടക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം വലിയ പമ്പാട്ടോ. അകത്ത് കയറി കിടന്നു. പക്ഷെ നമ്മുടെ യാത്ര ഇവിടെ തീരുന്നില്ല, യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു. സമയം 5:30 കഴിഞ്ഞു. ഞാനവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 6:30 ഒക്കെ കഴിയുമ്പോഴത്തേക്കും പോകണം. ലക്ഷ്മി ഉറങ്ങാണ്. അപ്പോൾ ഇതിങ്ങനെ ഇരുന്നിട്ടാണ് എഡിറ്റിംഗ് പരിപാടികളൊക്കെ. നമ്മുടെ പവർ ബാങ്കിൽ ചാർജ് തീർന്നു, ഫാൻ കറങ്ങുന്നില്ല. എന്നാൽ കൂടെ വലിയ പ്രശ്നമില്ല. അത്യാവശ്യം ബോംബെ ഈ ഏരിയയിലൊക്കെ നല്ല തണുപ്പുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതുകൊണ്ട് നൈസാണ്. ഞാൻ ലൈറ്റ് ഇടാറില്ല എഡിറ്റ് ചെയ്യുമ്പോൾ, കാരണം പുറത്തുനിന്ന് കാണുമല്ലോ, അതുകൊണ്ട് അത് ഇടാറില്ല. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഊരി വെച്ച് ലൈറ്റ് ഇട്ടത്. അല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. നമുക്ക് ഒരു 6:30 ആകുമ്പോൾ ലക്ഷ്മിനെ വിളിച്ചെണിപ്പിച്ചിട്ട് പോകാം. ലക്ഷ്മി എണീറ്റു. ഞങ്ങളുടെ രണ്ടുപേരും പല്ലൊക്കെ തേച്ചു മുഖമൊക്കെ കഴുകി. അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. വേറെ വണ്ടികളൊക്കെ വരുന്നുണ്ട്, നിറച്ച് പേര് പെട്രോൾ അടിക്കുന്നുണ്ട്. ഭയങ്കര വലിയ പമ്പാട്ടോ, ഭയങ്കര ലൈവായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഇടയ്ക്ക് എന്നിട്ട് നോക്കുമ്പോൾ ഒക്കെ നിറച്ചും വണ്ടികളും നിറച്ച ആൾക്കാരായിരുന്നു. ഭയങ്കര നമുക്കൊരു പ്രശ്നം തോന്നിയില്ല. പിന്നെ പാർക്കിംഗ് അവിടെ വരെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ പാർക്കിംഗ് വരില്ല. അങ്ങനെയൊക്കെ ആയിട്ട് നൈസായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ വിചാരിക്കായിരുന്നു ലോണാവല സൈഡിലേക്ക് ഒന്ന് പോയിട്ട് അവിടുന്ന് പിന്നെ നമുക്ക് മുംബൈ പോയാലോ. ലോണാവലയിൽ ഓരോ വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പോയി നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കാലത്ത് ഈ നേരത്ത് നല്ല രസമായിരിക്കില്ലേ.
ബാക്കിലൊരു ലേക്കാണ്, അതിന്റെ മുകളിൽ കൂടെ ഒരു പാലം പോലെ കെട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഒരു ഡാം പോലെ കെട്ടി വെച്ചേക്കണാണ് ഒരു സൈഡ്. നല്ല രസമില്ലേ? അതിന് മുകളിൽ കൂടെ നടക്കാൻ പറ്റും. പക്ഷെ അത് ടാറ്റയുടെ ടാറ്റ ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന് എഴുതിയിട്ടുണ്ട്. അപ്പൊ എൻട്രി ഇല്ലാതെ പ്രൈവറ്റ് ഇതായിട്ടാണ് കാണിക്കുന്നത്. നല്ല രസമുണ്ട് ഈ റൂട്ടിൽ നിന്ന് കാണുമ്പോ. ഈ പണ്ടത്തെ റെയിൽവേ പാലങ്ങളൊക്കെ പോലെ ഇല്ലേ? ഇവിടെ മുമ്പിൽ ആർമിയുടെ വണ്ടി പോകണല്ലേ. അപ്പോൾ ഇത് ആർമിയുടെ അല്ല, നേവിയുടെ ആയിരിക്കും. കാരണം ഇവിടെ ഒരു നേവലിന്റെ എന്തോ ഒരു ഓഫീസോ അങ്ങനെ എന്തോ പരിപാടി ഉണ്ട്. കുറച്ചും കൂടി ഇങ്ങോട്ട് മുമ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം. INS ശിവാജിയാണ് എഴുതിയേക്കണത്, ഗിയർ ടു എക്സൽ. ഇതെന്താ ഇവിടെന്ന് എനിക്കറിയില്ല അല്ലേ? ബന്ധമില്ലാത്ത സ്ഥലം എന്നാ എന്തെങ്കിലും ഉണ്ടാവല്ലോ, അറിയില്ല വെച്ചിട്ട്. ഹെവി തിരക്കാണ്, നിറച്ച് വണ്ടികളാണ്. ഇതാണോ ടൈഗർ പോയിന്റ്? ഒരു പോയിന്റ് എത്തി, വ്യൂ പോയിന്റ്. ഇതിന്റെ അകത്ത് വണ്ടി ആരും പാർക്ക് ചെയ്തിട്ടില്ല, എല്ലാരും പുറത്തിട്ടേക്കാണ്. ഭയങ്കര തിരക്കാണ്. ടൈഗർ പോയിന്റ് ആയി നോക്കി. ഇതാണ് ലയൺസ് പോയിന്റ്. അപ്പൊ നമുക്ക് ഒരു പോയിന്റും കൂടി ഉണ്ട്, കുറച്ചും കൂടി മുമ്പിലേക്ക് പോയ ടൈഗർ പോയിന്റ്. മുംബൈന്ന് മേ ബി കുറച്ച് നേരത്തെ ട്രാവലിംഗ് അല്ലേ ഉള്ളൂ. അപ്പൊ രാവിലേക്ക് എണീറ്റ് വന്ന് ചില്ല് ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡേ ഒരു ട്രിപ്പ് ആയിട്ടും വരാം. നല്ല റഷ് ഉണ്ട് കേട്ടോ, എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. ഇവിടെ ഭയങ്കര കാറ്റാണ്, നല്ല തണുപ്പും. ഇതിന്റെ ഇപ്പൊ കിട്ടുന്നുണ്ടാവില്ല, പകുതി കാറ്റിന്റെ സൗണ്ട് തന്നെ കേൾക്കുന്നുണ്ടാവില്ല. നമ്മൾ അധികം സംസാരം ഇല്ലാണ്ട് കാര്യങ്ങളെ കാണിച്ചു. നമ്മളിപ്പോ ടൈഗർ പോയിന്റിൽ കുറച്ച് മുന്നോട്ട് പോകും. ഇത് ലോനാവല ആംപി വാലി റൂട്ടാണ്. നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഏതെങ്കിലും നല്ല ഭംഗിയുള്ള സ്പോട്ടോ അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിർത്തി ചായയോ കാപ്പിയോ ബ്രേക്ക്ഫാസ്റ്റോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ഞങ്ങളൊരു ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ലക്ഷ്മി ഇതേ പാത്രമൊക്കെ എടുത്ത് സെറ്റാക്കുന്നു. ഞാനവിടെ സിലിണ്ടർ കൊണ്ടുവച്ചിട്ടുണ്ട്, നമ്മൾ അവിടെ ഇരുന്ന് ഉണ്ടാക്കാന്നാണ് വിചാരിക്കണത്. കാപ്പി മതി. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കാർ ലൈഫ്. ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഇടയിൽ കാണുന്ന കാഴ്ചകളാണ് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ ഒരു ഇതില് യാത്ര എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ യാത്ര എന്ന് പറയുമ്പോൾ യാത്ര ചെയ്തത് ഒരു സ്ഥലത്ത് പോകുന്നു, അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത്. അല്ലാണ്ട് ഇപ്പോൾ കുറേ നേരം നമ്മൾ കാറ് കാണിച്ചുകൊണ്ടിരുന്നിട്ട് എന്താണെന്നുള്ള ഒരു ചിന്താഗതിയുണ്ട് ഞങ്ങളുടെ. അത് പലർക്കും പലതാവും, മറ്റേ തെറ്റ് പറയുന്നില്ല, പക്ഷെ ഞങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ enable ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും കൂടി ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.